സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള അങ്കമാലി നിന്നുള്ള മാങ്ങക്കറി. അതാണ് ഞാൻ റെഡിയാക്കണം. നിങ്ങൾക്ക് എല്ലാവരും ഞാൻ ചാലക്കുടിയാണ്, ഇത് അങ്കമാലി എന്നുള്ളത്. അത് ഒന്ന് നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ തന്നെ ഞാനൊരു പൊടിമീൻ, നമ്മുടെ ഇംഗ്ലീഷിൽ ആൻചോവി എന്ന് പറയും, കൊഴുവ എന്ന് പറയും കുറെ സ്ഥലങ്ങളില്. ആ മീനെ ഒന്ന് നാടൻ മസാല എടുത്ത് ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് കൊടുത്തേക്കാം. ഇത് രണ്ടും കൂടി പിടിക്കുമ്പോൾ വേറെ ലെവലെത്തും. അപ്പൊ അത് രണ്ടും ആണ്. ആദ്യം തന്നെ നമുക്ക് മാങ്ങക്കറി റെഡിയാക്കിയാലോ. നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രം എടുക്കാം കേട്ടോ. നമുക്ക് മല്ലി, മുളക് പൊടി, കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യാം കേട്ടോ. ഇത് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മാങ്ങയുടെ തൊലി കളയാം കേട്ടോ. നമുക്ക് മാങ്ങനെ പൂളാട്ടോ. വലുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മാങ്ങ പൂളിയൊക്കെ വെച്ചിട്ടുണ്ട്, അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് മാങ്ങ ചേർക്കാം കേട്ടോ. മഞ്ഞൾ, ഉപ്പ്, ചുറുക്ക, കൈ കൊണ്ട് അങ്ങ് നന്നായിട്ട് തിരുമാട്ടോ. അതേപോലെ നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി അവനെ ശരിയാക്കോട്ടോ. നമ്മൾ മാങ്ങയൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി അതിന്റെ അടുത്ത പരിപാടി, അതിന്റെ ഏറ്റവും ഹൃദയമായുള്ള പരിപാടിയാണിത്. ഇതാണ് ഏതിനെ അങ്കമാലി മാങ്ങക്കറീനെ സൂപ്പറാക്കണേ. അപ്പൊ അതങ്ങോട്ട് ചെയ്താലേ നമുക്ക് നോക്കല്ലേ. നമുക്ക് ചുവന്നുള്ളിനെ സ്ലൈസ് ചെയ്യാം. നമുക്ക് നമ്മുടെ സവോള നൈസായിട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇഞ്ചിനെ ഇങ്ങനെ നൈസായിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതേപോലത്തെ ഒരു മൺചട്ടി എടുക്കാം കേട്ടോ. പച്ചമുളക് രണ്ടായിട്ട് ഇങ്ങനെ കീറിയതാ കേട്ടോ. നമ്മുടെ സബോള, നമ്മുടെ ചുവന്നുള്ളി, നമ്മുടെ ഇഞ്ചി, നമ്മുടെ പച്ചമുളക്, നമുക്ക് വേപ്പല, വെളിച്ചെണ്ണ, നമുക്ക് നാടൻ ചൊറുക്കയുടെ ചെയ്ത് നോക്കാം കേട്ടോ.
ഉപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനങ്ങോട്ട് ഞെരടി പിഴിയാട്ടോ. ഉടയ്ക്കണം നമുക്കിതിനെ. ഉടയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഈ സാധനം ഉടയ്ക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ പുറത്ത് വരണം കേട്ടോ. സബോളയുടെ വെള്ളമൊക്കെ പുറത്തേക്ക് വരണം കേട്ടോ. അതേപോലെ ഞെരടി പിഴിയണം. ഈ അങ്കമാലി മാങ്ങക്കറിയുടെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഈ മിക്സിങ് ആണ് കേട്ടോ. ഇവൻ ഇങ്ങനെ ഞെരടി പിഴിഞ്ഞ് ആ മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരണേ, അതിൻ്റെ ടേസ്റ്റും ഒക്കെ വരണേ കേട്ടോ. അപ്പോൾ ഇതൊരു മെയിൻ പ്രോസസ് ആണ് കേട്ടോ, ചെയ്യാൻ മറക്കരുത്. നമ്മളത് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മിക്സ് ഉണ്ടല്ലോ, മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചൂടുള്ള വെച്ച് ചെയ്തത്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വീണ്ടും നമുക്ക് ഇത് തന്നെ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ അതും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ മാങ്ങ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, മാരിനേറ്റ് ചെയ്ത് വെച്ചത്, അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും അതിനൊന്നുകൂടി മിക്സ് ചെയ്യും. കഴിഞ്ഞാൽ നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ മാങ്ങക്കറി കുക്ക് ചെയ്ത് തുടങ്ങിയാലോ. ഇളക്കിയ സാധനം നമുക്ക് ഇനി അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. ഒരു മീഡിയം ചൂടിലിടാം കേട്ടോ. അത് നമ്മുടെ മാങ്ങക്കറി തിളച്ചു തുടങ്ങിയിട്ട് കേട്ടോ. പഴമക്കാര് പറയാ ഇതൊരു സൈഡിലേക്ക് തന്നെ ഇളക്കണം എന്നാണ് കേട്ടോ. ഇടത്തോട്ട് ഇളക്കി തുടങ്ങി ഇടത്തോട്ട് തന്നെ, വലത്തോട്ടാണെങ്കിൽ വലത്തോട്ട് തന്നെ. നമുക്കത് തിളക്കട്ടെ നന്നായിട്ട്, ചെറുതീല് കേട്ടോ. കാരണം മാങ്ങ ഒന്ന് വേവട്ടെ. നമ്മുടെ മാങ്ങക്കറി ഒരു 15 മിനിറ്റ് ആയപ്പോഴേക്കും ആ മാങ്ങ കുക്കായിട്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് തൻപാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. പാല് ചേർത്ത് നമുക്കൊന്ന് ഇളക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് തൻപാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇത് അങ്ങനെ കുറുതാവാനും പാടില്ല, അന്നങ്ങനെ വെള്ളമാവാനും പാടില്ല. അതാണ് അങ്കമാലിയുടെ ഒരു സ്റ്റൈല്. അപ്പം ഇനി ഇത് തണക്കും തോറും അതൊന്ന് കട്ടിയായി വരും ചെയ്യും. കാരണം നമ്മൾ തൻപാല് ചേർത്തില്ലേ, അപ്പം അതൊന്ന് കട്ടിയായി വരും ചെയ്യും. തീയൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ, അതാണല്ലോ നമ്മുടെ അങ്കമാലിക്കാരൊരു സ്റ്റൈലും ടേസ്റ്റും. നമ്മളെ ഈ മാങ്ങക്കറി അങ്കമാലി, നമ്മുടെ സ്വന്തം അങ്കമാലി മാങ്ങക്കറി ഭയങ്കര തിക്കാണെങ്കിൽ നമുക്ക് 2-ാം പാലോ 3-ാം പാലോ ചൂടാക്കിയിട്ട് വേണ്ട മറക്കല്ലേ, ചൂടാക്കിയിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. താളിക്കാനായിട്ട് ഇതേപോലെ ഒരു പാൻ വെക്കാം കേട്ടോ. ചെറുതീയിലിട്ടോ. ചുവന്നുള്ളി, കറിവേപ്പില, ഉണക്കമുളക്, നമുക്കിങ്ങനെ ചിറ്റിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം മൂത്ത് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. മുളക് പൊടി തീ ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടി ചേർക്കാണ്ട്, അപ്പം അത് കരിയാണ്ടിരിക്കും. നമുക്കത് മാങ്ങക്കറിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ അങ്കമാലി മാങ്ങക്കറി റെഡി ആയിട്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രത്യേകത, ഇത് ഇന്ന്
എല്ലാം ഉപയോഗിക്കണ്ടേ. ഇതൊരു അറ്റ്ലീസ്റ്റ് ഒരു 12 മണിക്കൂർ മിനിമം വെച്ച് അതിന്റെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം അത് തിന്നു നോക്കാൻ. അപ്പോഴാണ് അതിന്റെ എന്താ പറയാ അതിന്റെ റിയൽ രുചി പുറത്തേക്ക് വരുള്ളൂ. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെയാണ് ഞാൻ എടുക്കണുള്ളൂ. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഇടുന്ന അറിയാനായിട്ട്. തലേദിവസം വെച്ച് പുളിയൊക്കെ ഇറങ്ങി അത് അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ആദ്യം തന്നെ അതൊന്നും അങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് മാത്രമായിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ നമുക്ക്. അപ്പൊ അങ്ങനെ ടേസ്റ്റ് ചെയ്താലോ. പുളിയൊക്കെ പുളിയുണ്ട് നോക്കിയേ. ഇതിന്റെ കൺസിസ്റ്റൻസി നോക്കി. അധികം ലൂസും എല്ലാം തിക്കുവാണ്. ഇടും. ഞാനിപ്പോ മാങ്ങ തിന്നാണ് കേട്ടോ. നമുക്ക് ഇതിൽ എനിക്കൊരു പിടുത്തം പിടിക്കണ്ടേ. ആ മാങ്ങയും ഇട്ടിട്ട് ചോറിലൊരു പിടുത്തം പിടിക്കുമ്പോ അത് വേറെ സാധനമായിരിക്കും, വേറെ ലെവലും ആയിരിക്കും അത്. അപ്പൊ ഇതൊന്നുകൂടി പിടിക്കട്ടാ. നമുക്ക് നമ്മുടെ പൊടിമീൻ കൊഴുവ ഒന്ന് അല്ലറ പില്ലറ സാധനമൊക്കെ ഇട്ട് ഒന്ന് അങ്ങോട്ട് മാരിനേറ്റ് ചെയ്താലോ. അത് നോക്കല്ലേ. നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാട്ടോ. നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാട്ടോ. ഉണക്കമുളക്, മൊത്തം മല്ലി, ഇഞ്ചി, ഒരു പൊട്ടിക്ക് വെള്ളം. നമുക്കത് കവർ ചെയ്യാം കേട്ടോ. നമുക്കത് നല്ല പേസ്റ്റ് അടിച്ചെടുക്കാം. നമുക്കത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ നമുക്ക് നമ്മുടെ പൊടിമീനിലേക്ക് കൊഴുവ, ഏഞ്ചോവി, പല പല പേരുള്ള ഉണ്ട്. അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് നാരങ്ങ നീര്, നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, അല്പം മഞ്ഞൾ, ഇച്ചിരി കായം, ഇച്ചിരി മുളക് പൊടി. അത് കഴിഞ്ഞ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് അതവിടെ റെസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ആ മസാല ഇട്ട് വെച്ച കൊഴുവ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലോ. പൊളിക്കില്ലേ ഇത്? നമ്മൾ പൊളിക്കും. നമുക്ക് നമ്മുടെ കൊഴുവ, പൊടിമീൻ, ആൻചോവി, എന്തെല്ലാം പേരുകളാണല്ലേ. അത് നമുക്കൊന്ന് വറുത്ത് വരാനായിട്ട് ഇതേപോലത്തെ ഒരു പാത്രം വെക്കാട്ടോ. മീഡിയം ചൂടിൽ കേട്ടോ. നമ്മുടെ കൊഴുവ, പൊടിമീൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഫ്രൈ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കുറെ ഓയിൽ ഒഴിക്കുക, വളരെ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇതിന്റെ ഇടയിലൊരു പാട്ടുണ്ട് ഒഴിക്കാനായിട്ട്. അത് ഫ്രൈ ചെയ്ത് കിടന്ന് ആ ഓയിലും എടുക്കണം. പിന്നെ ഇച്ചിരി ഓയിൽ ബാക്കി പാടുള്ളൂ. അത്രയാണ് ആ ഒരു റേഷ്യോയിൽ വേണ്ട ഓയിൽ ഒഴിക്കാനായിട്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അരപ്പുണ്ടാക്കിയല്ലോ, എന്നിട്ടാണ് ഈ സാധനം മാരിനേറ്റ് ചെയ്യുന്നത്. ആ അരപ്പ് ഒരു നല്ല പൊടിയാണ്. നമ്മൾ ചോറിന്റെ ഒപ്പം നമ്മൾ പിടിക്കുമ്പോണ്ടല്ലോ ക്രിസ്പും, ആൻജോവി നല്ല ക്രിസ്പാവും, മറ്റേത് നല്ലൊരു പൊടിയും കൂടിയാണ് ആ ചോറിന്റെ കൂടെ പിടിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ആദ്യം ഓയിൽ ഒഴിച്ച് അപ്പൊ വെറുതെ കുറെ വേസ്റ്റ് ആയി പോകും. അപ്പൊ അതിനുള്ള ആവശ്യം ഒഴിച്ചു. നമ്മളത് മൊത്തം അതിന്റെ പൊടിയും എല്ലാം കോരിയെടുത്തു. വീണ്ടും ഓയിൽ ഒഴിച്ചു, വീണ്ടും ഫ്രൈ ചെയ്തു. അങ്ങനെ വേണ്ട ചെയ്യാനായിട്ട്. കുറെ ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് നഷ്ടം വരും.
അങ്ങനെ ചെയ്യരുത് കേട്ടോ. വെളിച്ചെണ്ണ എണ്ണ ചൂടാക്കിട്ട് കേട്ടോ. നമുക്ക് കുറച്ച് വേപ്പില തുറക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ പൊടിമീൻ വറുത്തെടുക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, ആ മണം അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്കും സൂപ്പറാണ്. നന്നായിട്ട് ക്രിസ്പ് ആവുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കത് ഇങ്ങനെ ഒന്നും അങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കാം. അപ്പം ഒന്നുകൂടി ക്രിസ്പ് ആയിക്കോളും. അത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കേട്ടോ, ക്രിസ്പി ആയിട്ട് നമുക്കത് മാറ്റാം ഒരു പാത്രത്തിൽ. നിങ്ങൾ വറുത്ത് കഴിയുമ്പോൾ ഈ പൊടി ഉണ്ട് അതിൽ കൂടെ. ആ പൊടി കൂടി എടുത്തേക്കണേ. അതൊരു വേറെ ലെവലുള്ള സാധനം. അപ്പം ചോറിൻ്റെ കൂടെ പിടിക്കാൻ അടിപൊളിയാണ്. ഇതും എടുക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ക്രിസ്പി കൊഴുവ റെഡി ആയിട്ട് കേട്ടോ. ഓക്കെ, നല്ല ക്രിസ്പിയാണ്, കിടിലൻ ടേസ്റ്റുമാണ്. കൊള്ളാം. വെച്ചിട്ടുണ്ട് നമ്മുടെ കൊഴുവ ഇവിടെ ക്രിസ്പായിട്ട് ഫ്രൈ ആവുന്നുണ്ട്. ഇത് രണ്ടുമായി കഴിഞ്ഞിട്ട് നമുക്കൊരു പിടുത്തം പിടിക്കാം. രണ്ടും കൂടി അതൊരു വേറെ ലെവലായിരിക്കും. ഓക്കെ, ചൂടൻ ചോറിന്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ മാങ്ങക്കറി ഇടാട്ടോ. അത് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടി ഞാൻ കൊഴുവ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചതുണ്ട്. അത് ഇതിന്റെ സൈഡിലേക്ക് ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പിടിച്ചു നോക്കാം. ഒരു വേപ്പലോടി ക്രിസ്പി വേപ്പില ഇഷ്ടം. മിളക്, അങ്ങനെ മാങ്ങ. അടിപൊളി. ഇനി നമുക്ക് ആ ഗ്രേവി കൂട്ടി ഒരു ചോറ് കണ്ട് പിടിച്ചേക്കാം. സ്മെല്ലൊക്കെ അങ്ങനെ ഉള്ള ഒരു ഇടയ്ക്കൊരു നമ്മുടെ കൊഴുവ ഇടയ്ക്കൊന്നും കടിക്കാനായിട്ട് കിട്ടുവേണ്ടത്. എന്തായാലും ട്രൈ ചെയ്ത് കിട്ടുള്ളൂ. നിങ്ങൾക്കറിയാലോ അങ്കമാലി അത്ര ഫേമസ് ആണ് ഈ മാങ്കറിക്ക്. അപ്പൊ എന്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ഗ്യാരണ്ടി അല്ല തരണേ, പൊളിയായിരിക്കും. തിന്നമേ എന്ത് തിന്നണ്ടേ ആസ്വദിച്ച് തിന്നോട്ടോ. മാങ്ങയൊക്കെ ഒന്ന് ഉടഞ്ഞുണ്ട്. അത് അങ്ങോട്ട് ചോറിലേക്കൊക്കെ ഉണ്ട് മിക്സ് ചെയ്ത് എന്നിട്ട് എങ്ങനെയാ ആസ്വദിച്ച് അതിന്റെ കൂടെ ഒന്ന് കടിക്കാൻ ഒരു ആരോഗ്യം എന്ത് അവിടെ കൊള്ളു. അപ്പൊ ആസ്വദിച്ചിരുന്ന ഒരു കാര്യം മറന്നൂല്ലോ നിങ്ങൾ. എന്തുട്ടാ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. ഓക്കെ, ബൈ. പുതിയ വീഡിയോ ആയിട്ടും ഒരു കിടിലൻ റെസിപ്പി ആയിട്ടും ഞാൻ വീണ്ടും വരുന്നതാണ്.